പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുയേശുവിൻ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഈ സഹോദരങ്ങളെ, നിങ്ങൾ സന്തോഷത്തോടെ ക്ഷേമത്തോടെ ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കർത്താവായ യേശു ഞങ്ങളുടെ മധ്യത്തിൽ ചെയ്ത ഒരു വലിയ സാക്ഷ്യമായിട്ടാണ് ഇന്ന് ഞങ്ങളടുത്ത് ഞങ്ങൾ വന്നെത്തിയിരിക്കുന്നത്. എൻ്റെ കൂടെ ആയിരിക്കുന്നത് സിസ്റ്റർ വി രാജിത എന്ന കണ്ണനല്ലൂരിൽ നിന്ന് വരുന്നു. 4 മാസങ്ങൾക്ക് മുമ്പേ ഈ സഹോദരി ഈ ആലയത്തിൽ വരാനിടയുണ്ടായ ഒരു സാഹചര്യം, തൻ്റെ ശരീരത്തിനകത്ത്, തൻ്റെ വായ്ക്കകത്ത് ഒരു മാംസക്കട്ടി പോലെ വന്നു. അത് ആഹാരം കഴിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും എല്ലാം അതിൻ്റെ പ്രയാസമുണ്ടായിരുന്നു. അത് അടുത്തൊരു ഹോസ്പിറ്റലിൽ കൊണ്ട് ചെന്ന് കാണിച്ചു. ഡോക്ടർ കണ്ടപ്പോൾ തന്നെ ഒരു സംശയം തോന്നിയിരുന്നുവെങ്കിലും 5 ദിവസത്തേക്കുള്ള മെഡിസിൻ കൊടുത്തു. ഡോക്ടർ ഇങ്ങനെ പറഞ്ഞ, മെഡിസിൻ കഴിച്ചിട്ട് 5 ദിവസം കഴിഞ്ഞ് 5 ദിവസത്തിനകത്ത് ഇത് പോകുവാണെങ്കിൽ തിരിച്ചു വരണ്ട, പോയില്ല എങ്കിൽ ഇത് ബയോപ്സിക്ക് വിടണമെന്ന് പറഞ്ഞു. കാരണം ചികിത്സിച്ച ഡോക്ടർ ഇതുമായി ബന്ധപ്പെട്ട് അറിവുള്ള ഒരാളായിരുന്നു. ശേഷം 5 ദിവസം കഴിഞ്ഞിട്ട് ചെന്നപ്പോൾ ഈ മാംസകഷ്ണം പോയിട്ടില്ലായിരുന്നു. ശേഷം അവർ ബയോപ്സിക്ക് വിടാനായിട്ട് നിർബന്ധിച്ചു. അവിടെ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പ്രിഫർ ചെയ്തു. ആ ഹോസ്പിറ്റലിൽ എടുത്തില്ല. വീണ്ടും കൊല്ലത്തുള്ള ESA സർജൻ ഉള്ളൊരു ഹോസ്പിറ്റലിലേക്ക് പോവുകയും അവിടെ വെച്ച് ഇത് ബയോപ്സി ചെയ്യണമെന്ന് പറഞ്ഞു. ആ സമയത്ത് തൻ്റെ സഹോദരി ഈ ആലയത്തിൽ വരുന്ന ഒരാളായിരുന്നു. ഈ വിഷയം പറഞ്ഞു. ഒരു ചൊവ്വാഴ്ച മീറ്റിങ്ങിന് ഈ സിസ്റ്റർ ഇവിടെ വരികയും ആരാധന മധ്യത്തിൽ കർത്താവായ യേശു ഈ സഹോദരി മുന്നോട്ട് വിളിച്ചു ദൈവാലോചന പറഞ്ഞു. അതിനകത്ത് തൻ്റെ വായിലകത്തുള്ള മുറിവിനെ അല്ലെങ്കിൽ ആ മാംസത്തെ യേശു സൗഖ്യമാക്കുമെന്ന് പറഞ്ഞു. വളരെ ഭാരത്തോടെ, നമുക്കറിയാം ബയോപ്സി എന്നൊക്കെ കേൾക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ ഒത്തിരി പേര് ഭയപ്പെടുന്നതാണ്. ഞങ്ങൾ പ്രാർത്ഥിച്ചു, പച്ചവെള്ളത്തെ വീഞ്ഞാക്കി യേശുവിൻ്റെ കരം പോലെ തന്നെ പ്രാർത്ഥിച്ചു, വെള്ളം കൊടുത്തു. താനത് കുടിച്ചു. ശേഷം വീട്ടിൽ ചെന്നപ്പോൾ ആഹാരം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ 5 ദിവസം മെഡിസിൻ കഴിച്ചിട്ട് പോലും മാറാത്ത ഈ മാംസകഷ്ണം താൻ ആഹാരം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ പകുതി ഭാഗം അടർന്നു പോകുകയും ശേഷം ബയോപ്സിക്ക് വിട്ടായിരുന്നു. സഭ പ്രാർത്ഥിച്ചു. അങ്ങനത്തെ ഈ ബയോപ്സി വിടാൻ അല്ലെങ്കിൽ അത് ചികിത്സിച്ച ഡോക്ടറിന് ഈ ഇൻസിഡൻസ് മുന്നേയും ഇതേ ഇൻസിഡൻസ് വന്നതുകൊണ്ട് ക്യാൻസർ ആണെന്ന് ആ ഡോക്ടറിന് ഉറപ്പുണ്ടായിരുന്നു. ഇവരോടത് പറഞ്ഞില്ല. എങ്കിലും സർജൻ അത് ഒരു ഏകദേശം ഇത് ക്യാൻസർ ആവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിരുന്നു. കാരണം ഇങ്ങനത്തെ ഇൻസിഡൻസ് വരുന്നതെല്ലാം ക്യാൻസറിലേക്കാണ് പോകുന്നത്. എന്നാൽ സഭ പ്രാർത്ഥിച്ചു. ബയോപ്സി റിപ്പോർട്ടിനകത്ത് ഒന്നും ഭയപ്പെടുന്ന തരത്തിൽ ഒന്നും ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. റിപ്പോർട്ട് വന്നു, തനിക്ക് ക്യാൻസർ ഇല്ല. ആ റിപ്പോർട്ട് കൊണ്ടുവരുന്ന ദിവസം പൂർണ്ണമായിട്ട് വായിക്കകത്ത മാംസം എങ്ങനെ പോയെന്ന് അറിയത്തില്ല. ഇന്ന് ഈ സഹോദരി ഒരു വലിയ സാക്ഷ്യത്തോടു കൂടെ നിൽക്കുന്നത്. എന്തോ പ്രാർത്ഥനയ്ക്ക് ശേഷം സംഭവിച്ചത്? പ്രാർത്ഥനയ്ക്ക് ശേഷം ഇപ്പോ ഇവിടെ ഒരു അടയാളം പോലും ഇല്ല. ഒരു അടയാളം പോലും ഇല്ല. ചികിത്സിച്ച ഡോക്ടർമാർക്ക് അറിയാമായിരുന്നോ ഇത് ക്യാൻസറിന്റെ ഒരു? അവർക്ക് സംശയമുള്ളത് കൊണ്ടാ ബയോപ്സിക്ക് ചെയ്യണമെന്ന് പറഞ്ഞത്. ഭയപ്പെട്ടായിരുന്നു വന്നത്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അപ്പോഴ് ഫാസ്റ്റ് പറഞ്ഞ് ഇങ്ങനെ ടെൻഷൻ വരുമ്പോ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് പ്രാർത്ഥിച്ച് കുടിച്ചാൽ മതി. പിന്നെ ഈ റിസൾട്ട് വരുന്നത് വരെ എന്റെ ജോലി അതായിരുന്നു. ആ റിസൾട്ട് വരുന്നവരെ ഇത് എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? വളരെ ഭാരത്തോടാ. കാരണം ഇത് പലർക്കും അപൂർവമായിട്ട് തോന്നാം. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് കർത്താവായ യേശുവിന്റെ കരം ചലിച്ചു. ഇന്ന് താൻ സാക്ഷ്യത്തോടെ വന്ന് നിൽക്കുന്നത്. ഇതേ പ്രയാസത്തിൽ ഒത്തിരി പേര് ഈ കാലഘട്ടത്തിൽ വളരെ ഭാരത്തോടായിരിക്കുന്നു. ഈ സാക്ഷ്യം നിശ്ചയമായിട്ടും നിങ്ങളെ തൊടും. ചികിത്സിച്ച ഡോക്ടേഴ്സിന് ഇതൊരു വലിയ അത്ഭുതമായിരുന്നു. മെഡിസിൻ കൊടുത്തിട്ട് പോലും പോകാത്തത് പ്രാർത്ഥിച്ച് പച്ചവെള്ളം കുടിച്ചപ്പോൾ ഇത് പോയെന്നത് മാത്രമല്ല, അവർക്ക് ഉറപ്പുണ്ടായിരുന്നു ഇത് ക്യാൻസറിന്റെ ആരംഭമായിരിക്കുമെന്ന്. പക്ഷേ കർത്താവായ യേശു ഈ സഹോദരിയെ തൊട്ടു. അജിത സിസ്റ്ററെ തൊട്ട യേശുവിന്റെ കരം ഇന്ന് ഈ വീഡിയോ കാണുന്ന അനേകരെ ഇത് തൊടും. ഞങ്ങൾ വീണ്ടും പറയുന്നു, കർത്താവായ യേശുവിന്റെ കരം, അജിത സിസ്റ്റർ തൊട്ട കരം ഇന്ന് കർത്താവെ ഞങ്ങൾ ഒരുമിച്ച്, അജിത സിസ്റ്ററും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതേ രോഗത്താൽ ആരെങ്കിലും ഭാരപ്പെടുന്നവർ ഈ വീഡിയോ കാണുന്നെങ്കിൽ യേശുവിന്റെ കരം, അടിപ്പിണരുകളാലുള്ള സൗഖ്യം ഈ കുടുംബങ്ങളുടെ കാണുന്ന ഏത് രാജ്യത്തായിക്കോട്ടെ, ഏത് വ്യക്തികളായിക്കോട്ടെ, വാഹനത്തിനകത്തായിക്കോട്ടെ, റൂമിനകത്തായിക്കോട്ടെ, യേശുവിന്റെ കരം അവരെ തൊട്ടതിനായി സ്തോത്രം. ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. സഹോദരങ്ങളെ, ഇത് കാണുക മാത്രമല്ല, ഈ സാക്ഷ്യം മറ്റനേകരിലൂടെ എത്തിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ എത്തിക്കുക. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ ദൈവസഭയിൽ ആയിരുന്ന ഒരുപാട് സാക്ഷ്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചു. പലരും അത് കാണുകയും ആലയത്തിൽ വരികയും ചെയ്തു. നിങ്ങളുടെ പ്രോത്സാഹനങ്ങൾക്കും നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും ഞങ്ങൾ ഒത്തിരി നന്ദി പറയുന്നു. ഞങ്ങളുടെ ചർച്ച് ലൊക്കേഷൻ ചോദിക്കുന്നവർ, ഞങ്ങളുടെ ചർച്ച് കൊല്ലം ചിന്നക്കടയിൽ നിന്നും ബീച്ച് റോഡ് പോകുന്ന വഴി പഴയ ഓൾഡ് അമല ബേക്കറിയുടെ ബിൽഡിംഗ് ആയ PW ഓഫീസിന്റെ തൊട്ടടുത്തുള്ള ബിൽഡിങ്ങിലാണ്, ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ
ചർച്ച ആയിരിക്കുന്നത് ഞങ്ങളുടെ സർവീസുകൾ സൺഡേ, ചൊവ്വ, ഫ്രൈഡേ ദിവസങ്ങളിൽ, ഞായർ, ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ, ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ 12:30 വരെയും, ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ 10:30 മുതൽ 1:30 വരെയും ഞങ്ങൾ ആരാധന നടക്കുന്നു. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ദയവായി ഇതിന്റെ താഴെ കൊടുത്തിരിക്കുന്ന പ്രേയർ ലൈൻ നമ്പറുകളിലോ വാട്സപ്പ് നമ്പറുകളിലോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. കർത്താവ് നിങ്ങൾ ധാരാളമായി നിറക്കട്ടെ. ആമേൻ.